ഹായ് മക്കളെ, നമസ്കാരം. നമ്മുടെ ഹയർ സെക്കൻഡറി മലയാളത്തിലെ ഒരു ചാപ്റ്ററാണ് അഗ്നിവർണ്ണൻ്റെ കാലുകൾ. ഒരു നാടകമാണ്. മാഷ് നാടകം ഇങ്ങനെ ആദ്യം മുതൽ അവസാനം വരെ വായിച്ചു പോകുമ്പോഴേ അവസാനത്തേക്ക് എത്തുമ്പോൾ ആദ്യത്തെ പിക്ചർ ഒന്നും തലയിലില്ല, ഒക്കെ വിട്ടുപോകണം. ഇത് എന്താ സാർ ഉദ്ദേശിച്ചത്, ഒന്ന് ചുരുക്കി പറഞ്ഞുതരും. അങ്ങനെ കുറേ കുട്ടികൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാഠഭാഗത്തിൻ്റെ ഒരു സംഗ്രഹം എന്താണ് ആ നാടകത്തിൽ മൊത്തത്തിൽ പറയുന്നത്, പിന്നെ അതിൻ്റെ ചോദ്യോത്തരം, ഇത് മാത്രം കൈകാര്യം ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ എടുക്കുന്നത്. അല്ലാതെ പാഠഭാഗം മുതൽ ആദ്യം മുതൽ അവസാനം വരെ അത് നിങ്ങൾ വായിച്ചെന്ത് ചെയ്യുക, സെറ്റാക്കുക. എന്നിട്ട് ഇതിനകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ആ വായിച്ചത് എന്താണെന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യും, കൃത്യമായിട്ട് ബോധ്യപ്പെടും. സെറ്റാണല്ലോ. അഗ്നിവർണ്ണൻ്റെ കാലുകൾ, യൂണിറ്റ് 2, ചാപ്റ്റർ 2. കാവാലം നാരായണ പണിക്കർ 1928 ആലപ്പുഴ ജില്ലയിലെ കാവാലത്താണ് ജനിച്ചത്. നാടകകാരൻ, കവി, ഗാനരചയിതാവ് എന്നീ നിലകളിൽ പ്രസിദ്ധൻ. കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ, കേന്ദ്ര സംഗീത നാടക അക്കാദമി വൈസ് ചെയർമാൻ എന്നീ നിലകളിൽ ഇദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. കേരളീയ കലാപൈതൃകത്തിൻ്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി തനതു നാടക പ്രസ്ഥാനം രൂപപ്പെടുത്തുന്നതിൽ നേതൃത്വം വഹിച്ചു. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം, കേന്ദ്ര സംഗീത നാടക അക്കാദമി അവാർഡ്, കാളിദാസ സമ്മാൻ, പത്മഭൂഷൺ എന്നീ ബഹുമതികൾ ലഭിച്ചു. ദൈവത്താർ സാക്ഷി, അവനവൻ കടമ്പ, കരിങ്കുട്ടി, പൊറനാടി തുടങ്ങി നിരവധി നാടകങ്ങളും കാവാലത്തിൻ്റെ കവിതകൾ, സോപാനതത്വം എന്നിവയുമാണ് ഇദ്ദേഹത്തിൻ്റെ കൃതികൾ. ഇനി നമ്മുടെ നാടകത്തിനകത്തേക്ക് വരുമ്പോൾ നമുക്ക് പ്രധാനമായിട്ട് കാണാൻ പറ്റുന്ന കഥാപാത്രങ്ങളാണ്: 1 ഗായക സംഘമുണ്ട്, 2 വിദൂഷകനുണ്ട്, 3 കേവലരാമനുണ്ട്, 4 ചിന്താരാമനുണ്ട്, 5 കൊത്തുവാളുണ്ട്, 6 രാജഗുരുണ്ട്, 7 അടിച്ചുതളിക്കാരുണ്ട്. വിദൂഷകൻ, കേവലരാമൻ, ചിന്താരാമൻ, കൊത്തുവാള്, രാജഗുരു, അടിച്ചുതളിക്കാർ. വിദൂഷകൻ എന്ന് പറയുന്നത് ഈ കൃതിയുടെ പാഠഭാഗത്തിനകത്ത് എന്താ പറയുക, നമ്മുടെ ഈ ഭരണാധികാരികളുടെ, ഉദ്യോഗസ്ഥരുടെ ഒരു പ്രതിനിധിയായിട്ട് നമുക്ക് ആരെ കാണാം, വിദൂഷകനെ കാണാം. ദെൻ കേവലരാമൻ എന്ന് പറയുന്നത് ആരാണ്, സാധാരണ ജനങ്ങളാണ്. സാധാരണ ജനങ്ങളുടെ പ്രതിനിധിയായിട്ട് കേവലരാമനെ കാണാം, ഓർമ്മയിൽ വെക്കുക. ചിന്താരാമൻ എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ മീഡിയാസ് അല്ലെ, ബുദ്ധിജീവികൾ എന്ന് പറയുന്ന രൂപത്തിൽ നടിക്കുന്ന പത്രപ്രവർത്തകരെ, അത്തരത്തിലുള്ള TV മാധ്യമങ്ങളൊക്കെ എന്ത് ചെയ്യുക, അതിനകത്ത് കാണാം. കൊത്തുവാള് നിയമം കൊണ്ട് നടക്കുന്ന ആളും അല്ലേ, രാജഗുരു, അതുപോലെ അടിച്ചളിക്കാർ, ഇങ്ങനെയുള്ള ഒരു പ്രതിനിധികളായിട്ടാണ് എന്ത് ചെയ്യുന്നത്, കഥാപാത്രങ്ങൾ നിൽക്കുന്നതെന്ന് ഓർമ്മയിൽ വെക്കുക. ഇനി പാഠസംഗ്രഹത്തിലേക്ക് വരാം. അധികാരത്തിൻ്റെ ജീർണത, ജീർണിച്ചു പോയ അധികാരം, ഭരിക്കാൻ കൃത്യമായിട്ട് ആളില്ലെങ്കിൽ അവിടെ തോന്നിയവർ കയറി എന്ത് ചെയ്യും, ഭരണം നടത്തും. ഉപജാപക വൃന്ദങ്ങളുടെ മുതലെടുപ്പ് അല്ലേ, നല്ല രാജാവ് ഉണ്ടായിരിക്കും, രാജാവിനെ ഇങ്ങനെ ടോപ്പാക്കാൻ വേണ്ടി കുറേ ആൾക്കാർ പിന്നാലെ നടക്കുന്നുണ്ടാവും. ഇയാളെ സ്തുതിച്ച് പറഞ്ഞ് അവരെന്ത് ചെയ്യും, അവർക്ക് കിട്ടേണ്ട സാധനങ്ങൾ വാങ്ങിയെടുത്തു പോകും. പൗരസമൂഹത്തിൻ്റെ നിസ്സംഗത, ഇനി ഭരണത്തിൽ എന്ത് തോന്നിയാസം കണ്ടു കഴിഞ്ഞാലും പ്രതികരിക്കാൻ പറ്റാത്ത ജനങ്ങളാണെങ്കിൽ ആ രാജ്യം എന്ത് ചെയ്യും, നശിക്കും. അതിനാണ് നിസ്സംഗത, പ്രതികരിക്കാൻ കഴിയാത്ത ജനങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഇത്തരത്തിലുള്ള ഒറ്റപ്പെട്ട പ്രതിരോധങ്ങൾ പൊതുസമൂഹം ഭരണവ്യവസ്ഥയെ ശുദ്ധീകരിച്ചെടുക്കുമെന്ന പ്രതീക്ഷ, ഇവ തമ്മിലുള്ള സംഘർഷവും നാടകീയ മുഹൂർത്തങ്ങളും ചേർന്നാണ് കാവാലത്തിൻ്റെ അഗ്നിവർണ്ണൻ്റെ കാലുകൾ എന്ന നാടകം രൂപപ്പെട്ടിരിക്കുന്നത്. അധികാരം എന്ന് പറയുന്നത് തുല്യനീതി നടപ്പാക്കാനുള്ള ജനേച്ഛയാണ്. അധികാരം കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ഈക്വലായിട്ട് എന്ത് ചെയ്യണം, നീതി നടപ്പിലാക്കണം. രാജാവ് ഈ ഭൂമിയിൽ ഉൾച്ചേർന്നിട്ടുള്ള എല്ലാ ജീവിവർഗങ്ങളുടെയും സംരക്ഷകനാണ്. ഈ സങ്കല്പത്തെ അക്ഷരം പ്രതി നടപ്പാക്കിയവരാണ് സൂര്യവംശത്തിലെ രാജാക്കന്മാരായ രഘുവും ദിലീപനും ദശരഥനും മറ്റും. എന്നാൽ ആ വംശം അഗ്നിവർണ്ണൻ എന്ന രാജാവിലേക്ക് എത്തുമ്പോഴേക്കും അഗ്നിവർണ്ണൻ വല്ലാതെ സുഖങ്ങളിൽ മുഴുകി മദ്യപിച്ച് എപ്പോഴും കൊട്ടാരത്തിൻ്റെ അന്തഃപുരത്തിൽ മാത്രം നിൽക്കുകയാണ്. രാജ്യം ഭരിക്കാനൊന്നും ആർക്ക് നേരമില്ല, അഗ്നിവർണ്ണന് നേരമില്ല. മുഴുകി രാവും പകലും അന്തഃപുരങ്ങളിൽ വിഹരിച്ച് ഭരണം ആകെ എന്ത് ചെയ്യുന്നു, നിശ്ചലമാകുന്നു. ആളുകളുടെ പരാതി കേൾക്കാൻ വരാൻ അദ്ദേഹത്തിന് നേരമില്ല. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മരക്കാലുകൾ ഉണ്ടാക്കി എന്ത് ചെയ്യും, രാജസിംഹാസനത്തിൽ കൊണ്ടുപോയി വെക്കും. ജനാലപ്പഴുതിലൂടെ തൂക്കിയിട്ട രാജാവിൻ്റെ കാലുകൾ കണ്ട് പ്രജകൾ രാജാവിനെ ദർശിച്ചെന്ന് വരുത്തി. ഒടുവിൽ രാജാക്ഷയം,
രാജക്ഷയം എന്ന അസുഖം ബാധിച്ചാണ് അഗ്നിവർണ്ണ മഹാരാജാവ് മരിക്കുന്നത്. ഇങ്ങനെ പുരാണ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ചലിക്കാത്ത മരക്കാലുകളെ ജഡതുല്യമായ നിശ്ചലമായ ഭരണവ്യവസ്ഥയെ പ്രതീകവൽക്കരിക്കാൻ ഉതകുന്ന നാടക വസ്തുവായി കണ്ടാണ് കാവാലം അഗ്നിവർണ്ണൻ്റെ കാലുകൾ എന്ന നാടകം രചിച്ചിരിക്കുന്നത്. നാടകം ആരംഭിക്കുന്നത് അഗ്നിവർണ്ണൻ്റെ കാലുകളെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. ജനം കാലുകൾ എന്ത് ചെയ്യുന്നു? സ്തുതിച്ചു പാടുന്നു. കാരണം രാജാവ് സുഖിച്ചുകൊണ്ടിരിക്കുകയാണ്, വരാൻ പറ്റില്ല, സ്തുതിച്ചു പാടുന്നു. വാഴ്ത്തുമൊഴികൾക്കിടയിലും ഒറ്റപ്പെട്ട വിമർശനങ്ങൾ ആത്മകഥ രൂപത്തിൽ ജനങ്ങൾക്കിടയിൽ നിന്ന് വരുന്നുണ്ട്. കാരണം അധികാരത്തിലുള്ളവർ എന്ത് ചെയ്യാൻ പാടില്ല? വിമർശിക്കാൻ പാടില്ല. അതുകൊണ്ട് ജനങ്ങൾ എന്ത് ചെയ്യുന്നു? രാജാവിനെ സ്തുതിച്ചു പാടുന്നു. എന്നാലും ഈ വ്യവസ്ഥിതികൾ എതിർപ്പുള്ള ചില ആളുകളെങ്കിലും പൊതുജനങ്ങൾക്കിടയിലുണ്ട്. അവരെന്ത് ചെയ്യുന്നുണ്ട്? ചില ഒറ്റപ്പെട്ട വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അധികാരിയെ നേർവഴിക്ക് നടത്തേണ്ട അനുചര സംഘം, കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് നേർവഴിക്ക് നടത്തേണ്ട കുറച്ച് ഉദ്യോഗസ്ഥന്മാരുണ്ട്. അവരെന്ത് ചെയ്യുന്നു? ഉപജാപക വൃന്ദമായി അധപതിക്കുന്നതും തമ്മിൽ മത്സരിക്കുന്നതും കുതികാൽ വെട്ടുന്നതും തൻ കാര്യലാഭത്തിനായി പ്രവർത്തിക്കുന്നതും കാവാലം വിവിധ സന്ദർഭങ്ങളിലൂടെ വ്യക്തമാക്കി തരുന്നുണ്ട്. രാജാവിന് ഭരണം ഇങ്ങനെയൊക്കെയാണ് നടത്തേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ടീം തന്നെ ഉണ്ട്. പക്ഷെ അവരെന്ത് ചെയ്യുന്നില്ല? അവരുടെ കാര്യലാഭത്തിന് മാത്രമേ രാജാവിന് എന്ത് ചെയ്യുന്നുള്ളൂ? ഉപയോഗപ്പെടുത്തുന്നുള്ളൂ, കാര്യങ്ങൾ പറയുന്നുള്ളൂ. ഗാന്ധിജി വിഭാവനം ചെയ്ത സമത്വ സുന്ദര ഭാരത രാജ്യം രാമരാജ്യമായിരുന്നു. ഈ രാമരാജ്യ സങ്കല്പത്തിൻ്റെ തകർച്ചയാണ് ഈ നാടകം ചർച്ച ചെയ്യുന്നത്. ഇതിലെ കഥാപാത്രങ്ങൾ എല്ലാവരും രാമന്മാരാണ്. ഒന്ന് കേവലരാമൻ, സാധാരണ പ്രജ, ചിന്താരാമൻ, ബുദ്ധിജീവി, കൊത്തുവാള്, നിയമരാമൻ, രാജഗുരു, ഭരണോപദേശകര ഉദ്യോഗസ്ഥൻ, വിദൂഷകൻ, പ്രതിച്ഛായ നിർമ്മിച്ച് ഭരണാധികാരിയെ ഉയർത്തിക്കൊണ്ടുവരാനും താഴ്ത്തിക്കൊണ്ടുവരാനും കൽപ്പുള്ള മാധ്യമ ലോകത്തിൻ്റെ പ്രതിനിധി, രാജഗുരു, നിലവിലുള്ള ബ്യൂറോക്രസി എന്നിങ്ങനെ കഥാപാത്രങ്ങൾ ഓരോന്നും പ്രതീകവൽക്കരിക്കപ്പെട്ട കഥാപാത്രങ്ങളാണ്. സിംഹാസനത്തിൽ കാലുകൾക്കൊപ്പമിരിക്കുന്ന കേവലരാമൻ അധികാരം ജനങ്ങളിലേക്ക് എന്ന മായാമോഹന വാഗ്ദാനത്തിൽ മയങ്ങിപ്പോയ വോട്ടർ തന്നെയാണ്, അല്ലേ? അധികാരം ജനങ്ങളിലേക്ക് എന്ന് പറഞ്ഞ് വോട്ട് ചെയ്ത് നമ്മൾ അങ്ങ് ജയിപ്പിച്ചു വിടും. പിന്നെ അധികാരിയെ നമ്മൾ കാണുന്നുണ്ടോ? ഇല്ല. ഭരണകൂടത്തിൻ്റെ പ്രത്യക്ഷ മർദ്ദനോപകരണം എന്ന നിലയിലാണ് കൊത്തുവാൾ എന്ന നിയമരാമൻ്റെ വരവ്. പോലീസുകാർ, അല്ലേ? അധികാരികൾക്ക് നേരെ നമ്മൾ ശബ്ദമുയർത്തിയാൽ നമ്മളെ ഈ പോലീസിനെ ഉപയോഗിച്ച് എന്ത് ചെയ്യും? അടിച്ചമർത്തും. രാജഗുരുവും വിദൂഷകനും കൊത്തുവാളും തമ്മിലുള്ള അധികാര തർക്കം ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവും ലെജിസ്ലേറ്റീവും മാധ്യമ ലോകവും തമ്മിലുള്ള ഏറ്റുമുട്ടലിനെ ഓർമ്മിപ്പിക്കുന്നു. വേല് തന്നെ വിളവ് തിന്നുന്ന സ്വജന പക്ഷപാതവും അഴിമതികളാൽ രാജ്യത്തെ ഭരണരംഗം ചീഞ്ഞു നാറുന്നതും നാടകത്തിലൂടെ ധ്വനിപ്പിക്കുന്നു. രാജ്യത്തെ വിദ്യാസമ്പന്നരും ബുദ്ധിജീവികളും അടിച്ചമർത്തപ്പെട്ടവരുടെ അതിജീവന സമരങ്ങളോട് കാണിച്ചിട്ടുള്ള സമീപനത്തെയാണ് കാവാലം എന്ത് ചെയ്യുന്നത്? വിമർശന വിധേയമാക്കുന്നത്. നാടകകൃത്ത് കേവലരാമനെ കൊണ്ട് പറയിക്കുന്നു, അദ്ദേഹം സിംഹാസനത്തിൽ ഇരിക്കട്ടെ, ഒന്നും സംഭവിക്കാൻ പോണില്ല, അദ്ദേഹത്തോടെങ്കിലും സങ്കടം പറയാമല്ലോ. ഭരണരീതിയോടുള്ള കടുത്ത പ്രതിഷേധവും അധികാരത്തിൻ്റെ അസംബന്ധ സ്വഭാവവും കാവാലം ഇവിടെ മറനീക്കി കാണിക്കുന്നു. അഗ്നിവർണ്ണൻ്റെ കാലുകളിലെ അടിച്ചുതളിക്കാരി നിഷ്കളങ്കയും ശുദ്ധഗതിക്കാരിയുമാണ്. അഗ്നിവർണ്ണനെ പ്രതീക്ഷിച്ചിരിക്കുന്ന പ്രേക്ഷകരുടെ മുന്നിലേക്ക് ചാണകവെള്ളവും ചൂലുമായി അവൾ വരുന്നു. അരങ്ങാകെ അടിച്ചു വൃത്തിയാക്കി മരക്കാലുകളെ അന്തഃപുരത്തിലേക്ക് ആനയിക്കുന്നതിലൂടെയാണ് നാടകത്തിൻ്റെ യവനിക താഴുന്നത്. ഏറ്റവും അവസാനം അടിച്ചളിക്കാരി വന്ന് ഭരണരംഗമാകെ എന്ത് ചെയ്യുന്നു? വൃത്തിയാക്കുന്നു. സെറ്റ്. നോക്കുക, കുറേ കാലം നിസ്സംഗതയോടെ ഇതെല്ലാം സഹിച്ച പൊതുസമൂഹം ഒരു നാൾ എന്ത് ചെയ്യും? തിരുത്തൽ ശക്തിയാകും. അധികാരത്തിൽ വല്ലാതെ മലീമസമായി കഴിഞ്ഞാൽ ഒരു കാലത്ത് ഒന്നും പ്രതികരിക്കാതിരുന്ന പൊതുസമൂഹം എന്ത് ചെയ്യും? അതിനെതിരെ പ്രതികരിച്ചു തുടങ്ങും എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതിനെ നയിക്കാൻ, ആ ഒരു സമരത്തിന് നേതൃത്വം കൊടുക്കാൻ ആരുണ്ടാവുക? അടിസ്ഥാന വർഗത്തിൽ നിന്ന് തന്നെ ഒരു പ്രതിനിധി വരും. കാരണം അവരാണ് കാലമുണ്ടായ മുതലേ ഇതിനെല്ലാം ഇരകൾ. എന്ത് സംഭവിച്ചാലും അതിൻ്റെ ഇരകളായി മാറുന്നത് സാധാരണ ജനങ്ങളായിരിക്കും. അഗ്നിവർണ്ണൻ്റെ കാലുകളിലാട്ടെ ആ അടിസ്ഥാന വർഗ പ്രതിനിധി ഒരു സ്ത്രീയാണെന്നുള്ളത് ഒരു ചരിത്ര നീതി കൂടിയാണ്. സെറ്റ്. നോക്കുക, ആദ്യത്തെ ചോദ്യം, എൻ്റെ പ്രിയ തോഴരും സന്തത സഹചാരിയും നിങ്ങൾക്കെല്ലാം കാണപ്പെട്ട ദൈവവുമായ അഗ്നിവർണ്ണ മഹാരാജാവിൻ്റെ പ്രിയപ്പെട്ട കാലുകളാണിവ. ഇങ്ങനെ പറയുന്നതിലൂടെ എന്ത് ഭാവമാണ് തെളിയുന്നത്?
എൻ്റെ പ്രിയ തോഴരും സന്തത സഹചാരിയും നിങ്ങൾക്കെല്ലാം കാണപ്പെട്ട ദൈവവുമായ അഗ്നിവർണ്ണ മഹാരാജാവിൻ്റെ പ്രിയപ്പെട്ട കാലുകളാണിവ. ആര് പറഞ്ഞതായിരുന്നു? വിദൂഷകൻ പറഞ്ഞതായിരുന്നു. ഓർമ്മ ഉണ്ടായിരുന്നോ? നോക്കുക, അധികാരത്തിൻ്റെ ജീർണതയും പൗരസമൂഹത്തിൻ്റെ നിസ്സംഗതയും ജനങ്ങൾ പ്രതികരിക്കാത്തൊരവസ്ഥയും പ്രത്യക്ഷവൽക്കരിക്കുന്ന ഒരു നാടകമാണ് കാവാലത്തിൻ്റെ അഗ്നിവർണ്ണൻ്റെ കാലുകൾ. ജീർണമായ ഭരണ വ്യവസ്ഥയെ അടയാളപ്പെടുത്തിക്കൊണ്ട് അഗ്നിവർണ്ണ മഹാരാജാവിൻ്റെ മരക്കാലുകളെ അയോധ്യയിലെ സുവർണ സിംഹാസനത്തിലേക്ക് വിദൂഷകൻ കൊണ്ടുവരികയാണ്. പോയിന്റാക്കി എഴുതി വെച്ചതാണ്, നിങ്ങൾ പാരഗ്രാഫ് ആക്കണം കേട്ടോ. രാജഭക്തരായ സ്ത്രീ പുരുഷന്മാരെ ഇത് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ടതില്ല. ഏറെ നാളുകളായി ഈ മരക്കാലുകൾ മാത്രമാണ് ഇവർ രാജാവിൻ്റെ സ്ഥാനത്ത് കണ്ടിട്ടുള്ളത്. രാജാവിനെ കാണപ്പെട്ട ദൈവമായി കരുതുന്ന പ്രജകൾക്ക് കാലങ്ങളായി കണ്ടു കിട്ടാനില്ലെന്നും പ്രജാക്ഷേമം പാലിക്കപ്പെടുകയോ തുല്യനീതി നടപ്പാക്കപ്പെടുകയോ ചെയ്യുന്നില്ല എന്ന കറുത്ത ഹാസ്യത്തെ പ്രത്യക്ഷവൽക്കരിക്കുകയാണ് ഇവിടെ സെറ്റ്. അല്ല, വിശപ്പ് പോലെ താണതരം കാര്യങ്ങളിൽ നാം വ്യാപൃതരാകാറുണ്ടോ എന്നാണ് വിദൂഷകന് സംശയം. ഇതിനകത്തുള്ള ആക്ഷേപഹാസ്യം എന്താണ്? വിദൂഷകൻ ഇടക്ക് പറയുന്നുണ്ട്, വിശപ്പ് പോലെയുള്ള താണതരം കാര്യങ്ങൾ അതൊന്നും നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളേ അല്ല എന്ന് പറയുന്നുണ്ട് വിദൂഷകൻ. അതിനകത്തുള്ള ഹാസ്യം എന്താണ്? ചലിക്കാത്ത മരക്കാലുകളെ ജഡതുല്യമായ നിശ്ചലമായ ഭരണവ്യവസ്ഥയുടെ പ്രതീകമായി കണ്ടാണ് കാവാലം അഗ്നിവർണ്ണന്റെ കാലുകൾ രചിച്ചത് അല്ലേ? ചലിക്കാത്ത ഭരണമാണ് എന്ന് സൂചിപ്പിക്കാനാണ് ചലിക്കാത്ത മരക്കാലുകൾ കാണിച്ചിരിക്കുന്നത്. നാടകം ആരംഭിക്കുന്നത് അഗ്നിവർണ്ണന്റെ മരക്കാലുകളെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. ജനം ആ കാലുകളെ സ്തുതിച്ചു പാടുന്നു. അങ്ങനെയുള്ള വാമൊഴികൾക്കിടയിലും ചില ആളുകളെങ്കിലും എന്ത് ചെയ്യുന്നുണ്ട്? രാജാവിൻ്റെ ഈ തോന്നിയാസത്തെ വിമർശിക്കുന്നുണ്ട്. എന്നാൽ മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളിൽ ഒന്നായ വിശപ്പ് കൊട്ടാരത്തിലൊക്കെ താണതരം കാര്യമാണെന്നും അതിൽ വ്യാപൃതരായി രാജസുഖം നശിപ്പിക്കേണ്ടതുണ്ടോ എന്നുമാണ് വിദൂഷകന്റെ സംശയം. വിദൂഷകന്റെ ഈ സംശയം നാടകത്തിൻ്റെ അന്തർധാരയായി വർത്തിക്കുന്ന രാഷ്ട്രീയ ബോധത്തിൽ നിന്ന് ജനിക്കുന്ന ആക്ഷേപഹാസ്യമാണ്. അധികാരം നൽകുന്ന സാധാരണ വോട്ടർമാർ അവകാശങ്ങളില്ലാതെ അവഗണിക്കപ്പെടുന്ന സമകാലിക വൈരുദ്ധ്യം. അധികാരം നൽകുന്ന സാധാരണ വോട്ടർമാർ അവകാശങ്ങളില്ലാതെ അവഗണിക്കപ്പെടുന്ന സമകാലിക വൈരുദ്ധ്യമാണ് ഇതിലൂടെ എന്ത് ചെയ്യുന്നത്? വ്യക്തമാകുന്നത്. സെറ്റ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നിങ്ങൾക്കിരിക്കാൻ സ്ഥലമില്ലെന്നോ? അതാ ആ സിംഹാസനത്തിൽ പോയിരുന്നുകൊള്ളൂ. എന്താണ് ഇതിൻ്റെ സൂചന? കേവലരാമനും ചിന്താരാമനും തമ്മിലുള്ള പരിചയപ്പെടലിൽ കേവലരാമൻ എന്ന സാധാരണ പൗരൻ്റെ ആത്മവിശ്വാസമില്ലായ്മയും അതിവിനയവും പ്രേക്ഷകനിൽ അത്ഭുതം സൃഷ്ടിക്കുന്നില്ല. എന്നാൽ ഇവിടെ ആകെ ശവത്തിൻ്റെ ദുർഗന്ധമാണെന്ന അവൻ്റെ തിരിച്ചറിവ് ചലനമില്ലാത്ത ഭരണചക്രത്തിൻ്റെതാണെന്ന ബോധം പ്രേക്ഷകനിൽ ജനിപ്പിക്കുന്നു. മാത്രമല്ല, രാജാവ് ഇരിക്കേണ്ടിടത്ത് രാജാവ് ഇരുന്നില്ലെങ്കിൽ ആർക്കും അവിടെ രാജാവായിട്ടിരിക്കാം എന്ന് ധ്വനിപ്പിക്കുന്നു. കുത്തഴിഞ്ഞ ഭരണ സംവിധാനത്തെയാണ് ഈ സന്ദർഭം സൂചിപ്പിക്കുന്നത്. ചിന്താരാമൻ രാജാവിൻ്റെ ഒരു അനുചരൻ മാത്രമായിരിക്കെ ആര് എവിടെ ഇരിക്കണമെന്ന് അയാൾക്ക് തീരുമാനമെടുക്കാൻ സാധിക്കുന്ന അവസ്ഥ. സെറ്റാണല്ലോ. അഗ്നിവർണ്ണന്റെ കാലുകൾ എന്ന നാടകത്തിൽ അടിച്ചുതളിക്കാരി എന്ന കഥാപാത്രത്തിൻ്റെ പ്രാധാന്യം എന്താണ്? ജനതയുടെ സ്വാതന്ത്ര്യമോഹവും അതുണ്ടാക്കുന്ന കലാപ സാധ്യതയും കലാപരമായി ധ്വനിപ്പിക്കുകയാണ് അടിച്ചുതളിക്കാരി എന്ന കഥാപാത്രത്തിലൂടെ കാവാലം നാരായണ പണിക്കർ ചെയ്യുന്നത്. അഗ്നിവർണ്ണന്റെ കാലുകൾ എന്ന നാടകത്തിൻ്റെ അവസാനമെങ്കിലും രാജാവ് വരും എന്ന് പ്രേക്ഷകർ പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് അടിച്ചുതളിക്കാരി വരുന്നത്. ഈ ട്വിസ്റ്റിൽ തന്നെയാണ് നാടകകൃത്ത് ക്ലൈമാക്സ് ഒരുക്കിയിരിക്കുന്നത്. ക്ലൈമാക്സിൽ രംഗപ്രവേശം ചെയ്തിരിക്കുന്നത് ഒരു പെണ്ണാണ്. രാജാവ് വാസ്തവത്തിൽ പെണ്ണാണോ എന്ന ചിന്താരാമൻ്റെ സംശയവും, രാജാവല്ല രാജ്ഞി, ഞങ്ങളുടെ സങ്കടം അങ്ങോട്ട് പറയട്ടെ, ഇവിടെല്ലാം ഒന്ന് അടിച്ചു വൃത്തിയാക്കണേ രാജ്ഞി എന്ന് കേവലരാമനും പറയുമ്പോൾ ആക്ഷേപഹാസ്യത്തിൻ്റെ തീവ്രത വർദ്ധിക്കുന്നു. അധികാരിയെ നേർവഴിക്ക് നയിക്കേണ്ട അനുചര സംഘങ്ങൾ തൻ്റെ സ്വന്തം കാര്യലാഭത്തിനായി പ്രവർത്തിക്കുകയും പരസ്പരം മത്സരിക്കുകയും ചെയ്യുന്നു. ഈ ഗതികേടിൽ നട്ടം തിരിയുമ്പോഴാണ് സാധാരണ പ്രജകളുടെ മുന്നിലേക്ക് അടിച്ചുതളിക്കാരി വരുന്നത്. വേലക്കാരി രാജ്ഞിയാവണമെന്നും ഈ ഭരണം അടിച്ചു വൃത്തിയാക്കണമെന്നും കേവലരാമൻ ആഗ്രഹിക്കുന്നു. കുറേ കാലം പ്രതികരിക്കാതെ സഹിച്ചു ജീവിച്ച പൊതുസമൂഹം ഒരു നാൾ തിരുത്തൽ ശക്തിയാകും എന്ന പ്രതീക്ഷയാണ് നാടകത്തിൻ്റെ അവസാനത്തിൽ ആരെ കൊണ്ടുവരുന്നത്? അടിച്ചുതളിക്കാരെ കൊണ്ടുവരുന്നത്. അതിനെ നയിക്കാൻ അടിസ്ഥാന വർഗത്തിൽ നിന്നുള്ള പ്രതിനിധി തരും. കാരണം അവരാണ് കാലങ്ങളായിട്ട് ഭരണത്തിലോ മറ്റെന്ത് സംവിധാനത്തിലും എന്ത് സംഭവിച്ചാലും അതിൻ്റെ കഷ്ടങ്ങൾ മുഴുവൻ അനുഭവിക്കേണ്ടി വരുന്നത്. നിഷ്കളങ്കയും ശുദ്ധഗതിക്കാരിയുമാണ് അവൾ.
ചാണകവെള്ളവും ചൂലുമായി വന്ന അവൾ തൻ്റെ ഉത്തരവാദിത്വം കൃത്യമായി പാലിക്കുന്നു. രംഗമാകെ അടിച്ച് വൃത്തിയാക്കുന്നിടത്ത് ശുദ്ധിയാക്കുന്നിടത്താണ് നാടകം അവസാനിക്കുന്നത്. സെറ്റ്. ഓക്കെ, അപ്പം പാഠഭാഗം നന്നായിട്ട് വായിച്ചിട്ട് ഈ ക്ലാസ് കാണുക, പാഠഭാഗം സെറ്റാക്കി കൊടുക്കുക. അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും രേഖപ്പെടുത്തണം, ലൈക്ക് ചെയ്തേക്കണം. ഓക്കെ, താങ്ക് യു.